ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PN ക്രിയേഷൻസ്. ഇന്ന് ഞാനിവിടെ പപ്പായ വെച്ചുള്ള ഒരു കറിയാണ് ചെയ്യാൻ പോകുന്നത്. പപ്പായ, ചെറുപയർ, എറിശ്ശേരി. അപ്പം ഞാൻ ഇതിൻ്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇത് 2 പീസാക്കി എടുത്തിട്ടുണ്ട്. ഇത് തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കണം. ഇത് 100 ഗ്രാം ചെറുപയർ എടുത്തിരിക്കുന്നു. അതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. പപ്പായ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഇതിന് നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇപ്പം ഇട്ട് കൊടുക്കുന്നില്ല. ഇപ്പം ഉപ്പിട്ട് കൊടുത്താൽ ചെറുപയർ വേവാൻ സമയമെടുക്കും. വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഇതിൻ്റെ മേലെ കുറച്ചധികം വരേണ്ട രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് വറ്റിപ്പോവും. ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിനു വേണ്ടി നമുക്ക് ഈ ഒരു മുറി തേങ്ങ വേണം. അതൊന്ന് ചിരവിയെടുക്കാം. ആ ഒരു മുറി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. ഇതിന്ന് ഒരു 3 സ്പൂൺ തേങ്ങ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അത് ലാസ്റ്റ് വറുത്തിടാൻ വേണ്ടിയാണ്. അപ്പോൾ ബാക്കിയുള്ള ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. ഇതിൽ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂൺ ജീരകവും ഇട്ടൊന്ന് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ പപ്പായയും ചെറുപയറും വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഒരു വിസിൽ വന്ന ശേഷം മീഡിയം ഫ്ലെയിമിൽ 5 വിസിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. വിസിൽ കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ഇത് നന്നായി മിക്സ് ആവേണ്ടതാണ്. അപ്പോൾ ഇത് നന്നായി ചേർന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 5 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ മുളക് പൊടി ഇടുന്നില്ല. മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ കറീൻ്റെ കളറ് മാറിപ്പോവും. 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അരച്ച് വെച്ച് തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം. ഇത് അധികം ഫൈനായി അരയേണ്ട ആവശ്യമില്ല. 1/4 ഭാഗം അരച്ചെടുത്താൽ മതി. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഗ്യാസ് ഓൺ ചെയ്യാം. ഇത് നന്നായി തിളച്ച ശേഷം വറുത്തിട്ട് കൊടുക്കണം. അതിനു വേണ്ടി ഞാനിവിടെ ഒരു 4 വറ്റൽമുളക്, ഒരു 2 തണ്ട് കറിവേപ്പില, ഒരു 4 ചെറിയുള്ളി അരിഞ്ഞത്, പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഒരു 3 സ്പൂൺ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കിതിലേക്കൊന്ന് വറുത്തിട്ട് കൊടുക്കാം. ഒരു പാൻ വെച്ച് ഞാൻ അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന് ഓയിലിനേക്കാളും നല്ലത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ അതിൻ്റെ നല്ലൊരു സ്മെല്ല് വരും. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 സ്പൂൺ കടുകിട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിയ ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ച ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വഴറ്റി വരുമ്പോൾ എടുത്ത് വെച്ച തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്കിത് കറിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് കറിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ബാക്കി വരുന്ന ഈ പീസ് കൊണ്ട് നമുക്കൊരു ചെറിയ വറവും കൂടി ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഇത് തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗത്തുള്ള വൈറ്റ് കളറൊക്കെ നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഓരോ പീസായിട്ട് ഇതിൽ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 വലിയ ഉള്ളി ചെറിയ പീസായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, 4 വറ്റൽമുളക്, പിന്നെ ഒരു 3 സ്പൂൺ തേങ്ങ ചെറിയത്, ഒരു 2 അല്ലി കറിവേപ്പില, ഇത്രയും സാധനം എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടി ഞാനൊരു ചട്ടിയിൽ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒരു 2 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരിഞ്ഞു വെച്ച ഉള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുക്കാം.
ഇത് നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇങ്ങനത്തെ ചട്ടിയിൽ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഇരുമ്പ് പാത്രത്തിൽ. ഒരു 1/4 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായി വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായി ഒന്ന് വഴറ്റിയതിന് ശേഷം ഗ്രേറ്റ് ചെയ്ത പപ്പായ ഇട്ട് കൊടുക്കാം. ഇത് നമുക്കിപ്പോൾ വീട്ടിൽ പച്ചക്കറിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പപ്പായ ഉണ്ടെങ്കിൽ ഇതുപോലെ കറിയും തോരനും രണ്ടും കൂടെ ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത് രണ്ടും ചെയ്തെടുക്കാൻ പറ്റും. നമ്മളിത് കട്ട് ചെയ്യേണ്ടതും അതുപോലെ തന്നെ കുക്കറിൽ വിസിൽ വരേണ്ട ഒരു താമസം മാത്രം മതി. ഇപ്പോൾ ഇതൊരു 3 മിനിറ്റ് 4 മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ സ്റ്റീമിൽ തന്നെ അത് വെന്തോളും, വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതൊരു 3 മിനിറ്റ് അടച്ച് വെച്ചാണ്. ഇതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളെ വറവ് അല്ലെങ്കിൽ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളെ പപ്പായ കൊണ്ടുള്ള കറിയും വറവും രണ്ടും റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.